പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് കറി വയ്ക്കുന്നില്ല ടെൻഷനൊന്നും ആർക്കും വേണ്ടതാ. ഈ ഒരു തക്കാളി ഉള്ളി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. എന്തിനും പറ്റൂ കേട്ടോ. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി സവോള ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതേപോലെ തന്നെ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്ത് അതിൽ 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കൈ കൊണ്ട് തന്നെ ഞരടിയെടുക്കണം കേട്ടോ. ഇതിപ്പം കയ്യറയില്ല, കയ്യിൽ കവറിട്ടിട്ടില്ല എന്നൊന്നും പറയണ്ട. കൈ കവറായാലും ശരി, ഉറയായാലും ശരി, പലതരം അണുക്കളുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ നല്ലപോലെ ഉപ്പും വിനീഗറും ഇട്ട് ഇളം ചൂടുവെള്ളത്തിൽ കൈ കഴുകിയാൽ മാത്രം മതി. എല്ലാ അണുക്കളും ചത്തുപോകും കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ വേണം, വേറെ ഒന്നും പറ്റില്ല കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തിനു കൂട്ടാനുള്ള കറിയായി. പലഹാരങ്ങൾക്ക് മാത്രമല്ല, ചോറിനും ചപ്പാത്തിക്കും ഒന്നും വേണ്ട, എല്ലാത്തിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഗ്യാസ് കത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ ഒരു 30 സെക്കൻഡ് പോലും വേണ്ട വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട്. അത്രേ ആവശ്യമുള്ളൂ. ഗ്യാസിനും ചിലവില്ല, കൂടുതൽ സമയവും വേണ്ട. അപ്പോൾ എല്ലാവരും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വെറുതെ പറയുന്നതല്ല ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അപ്പോൾ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഒരു ദിവസത്തേക്കുള്ള ചോറിനായാലും പലഹാരത്തിനൊക്കെ ആയാലും ഇത് ധാരാളമാണ്. അപ്പോൾ ഞാൻ നല്ലൊരു പലഹാരം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ പലഹാരം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുമോ? ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലൊന്ന് പറഞ്ഞോളൂ, ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പഴയകാല റെസിപ്പിയാണിത്. ഒരു 2-3 ദിവസം വെച്ചാലും ഈ പലഹാരം കേടാവാതിരിക്കുന്ന നല്ലൊരു പലഹാരം കൂടിയാണ്. അപ്പോൾ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു നാടൻ പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.